Okay, students. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ട്രിഗണോമെട്രിയിൽ നമ്മൾ ലാസ്റ്റ് പോർഷനിലോട്ട് പോകാൻ പോവുകയാണ്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും ഉറപ്പായിട്ട് 100% ചോദിക്കുന്ന 2-3 മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് അത് ആ സംഭവം എന്താണെന്ന് നോക്കാം. അതിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇങ്ങനെ 2 സംഭവങ്ങളാണ്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമലി ഉള്ള ഒരാൾ, ഓക്കെ, ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരാൾ നോർമലി നോക്കുന്ന ഒരു വ്യൂ ഉണ്ട്, നോർമൽ വ്യൂ എന്ന് പറയും. അതായത് അയാളുടെ ഹൈറ്റ് എന്താണോ അയാളുടെ തല നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹൈറ്റ് അയാളുടെ നേരെ ഹൈറ്റിലായിരിക്കും, അയാളുടെ ഹൈറ്റിന് നേരെയുള്ള കണ്ണിന് നേരെയുള്ള ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അയാളുടെ നോർമൽ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം ഇയാൾക്ക് മുകളിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ മുകളിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മുകളിലോട്ടാക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളുടെ ലുക്ക് ഇങ്ങനെ പോകും. ഓക്കെ, അതായത് നമ്മുടെ ഹൈറ്റിനേക്കാളും മുകളിലുള്ള ഒരു സംഭവത്തിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലുക്ക് അവിടെ മുകളിലേക്ക് പോകും. ആ മുകളിലേക്ക് പോകുമ്പോൾ ഈ നോർമൽ വ്യൂവും ഈ മുകളിലേക്ക് പോയ ആ ലുക്കും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മനസ്സിലായോ? നമ്മൾ നോർമലി നോക്കുന്നതും നമ്മൾ മുകളിലേക്ക് നോക്കുന്നത് നമ്മളുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ. മലയാളത്തിൽ മേൽക്കോൺ എന്ന് പറയും. എന്താണ് മേൽക്കോൺ? ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയാം. ഇപ്പം മുകളിലോട്ട് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ അല്ലേ, മുകളിലുള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ താഴോട്ടുള്ള വസ്തു, ഇപ്പം തറയിലൊരു സാധനം കിടക്കും നമ്മൾ നോക്കത്തില്ലേ, അപ്പം എന്ത് ചെയ്യും, അപ്പോൾ നമ്മളെ ലുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുനിക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും, ആ ലുക്ക് ഇങ്ങനെ പോകും. ഓക്കെ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതെന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഈ സംഭവങ്ങൾ വച്ചിട്ടാണ് ഇനി നമ്മളുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ പഠിക്കാനുള്ള, വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് വേറെ മനസ്സിലാക്കാനായിട്ട് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തൊരു ഫിഗർ വരയ്ക്കുക, റഫ് സ്കെച്ച് വരയ്ക്കുക. അതിന് 1 മാർക്ക് ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ഫിഗറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തൊരു പേരും അളവും കൊടുത്ത് അതിന് ആ ഒരു ഫിഗറിന്റെ രൂപത്തിലാക്കി എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കുക. ഇതാണ് അതിൻ്റെ ജോലി. അത് ഓരോ ക്വസ്റ്റ്യനും വ്യത്യസ്തമായിരിക്കും, ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാം. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ആണ് ആ ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 6 ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ചെയ്യാം. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. When the sun is at an elevation of 40 degree, the length of the shadow of a tree is 18 meters. What is the length of the tree? അതായത് സൂര്യൻ 40 ഡിഗ്രി എലിവേഷനിൽ നിൽക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ഷാഡോ 18 മീറ്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മരം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ സൂര്യൻ ഇവിടെ ആണെങ്കിൽ നിഴൽ ഇങ്ങോട്ടടിക്കും ആണല്ലോ. അങ്ങനെ നിഴൽ ഇങ്ങോട്ടടിക്കുന്നു. ആ സൂര്യൻ നിൽക്കുന്നതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ പോകും. ഇതിൻ്റെ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി ആകുമ്പോൾ ഇതിൻ്റെ ട്രീയുടെ ഷാഡോ 18 മീറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ ഹൈറ്റ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു പേര് കൊടുക്കുക, ABC. അപ്പോൾ നിങ്ങൾ എടുക്കുക, നമുക്കത് വേണ്ടത് BC ആണ്, അറിയാവുന്ന AB ആണ്. അപ്പോൾ ഇതിൻ്റെ അത് ഓൾമോസ്റ്റ് 99% വരുന്നത് ടാൻ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷനിലും ഡിപ്രഷനിലും 99% എന്ത് തന്നെയായിരിക്കും?
ടാൻ ആയിരിക്കും വരുന്നത്. അപ്പം ടാൻ 40 എന്ന് എടുക്കുക. ടാൻ 40 ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അപ്പോൾ ടാൻ 40ൻ്റെ വില നോക്കുക. ടാൻ 40ൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 0.84. 0.84 ഈസിക്കൽ ടു ബി സി ബൈ എ ബി. എത്ര? 18. അപ്പം ബി സി ഈസിക്കൽ ടു എത്ര വരും? 18 ഇൻറ്റു 0.84. ബാക്കി ഗുണിച്ചെടുത്തൂടെ ആൻസർ? ഗുണിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടൂലേ? അത് ഗുണിച്ച് നോക്കുക. അതാണ് ദെയർഫോർ ഹൈറ്റ്. എന്നിട്ട് അവസാനം എഴുതി വെക്കുക. എന്താണോ ചോദിക്കുന്നത് അത് നമ്മൾ എഴുതി വെക്കണം, എന്നാലേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം ബി സി ഈസിക്കൽ ടു എന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ബി സി എന്ന് അവർ ചോദിച്ചില്ല. ബി സി ഒക്കെ നമ്മൾ ഇട്ട പേരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനം എന്ത് എഴുതിയിരിക്കും? ദെയർഫോർ ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസിക്കൽ ടു എത്രയാണോ ഇവിടെ കിട്ടുന്ന ആൻസർ എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആംഗിൾ മാത്രമേ മാറ്റുള്ളൂ. ഇവിടെ ചെറിയ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഷാഡോ തന്നിട്ടുണ്ട്, ഷാഡോയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ ഹൈറ്റ് അല്ല ചോദിച്ചേക്കുന്നത്, പിന്നെ എന്താണ്? 25 ഡിഗ്രി ആംഗിളിലാവുമ്പോൾ, അതായത് ഇവിടെ 30-ന് പകരം 35-ന് വരെ 25 ആവുമ്പോൾ എന്താവും? മരത്തിൻ്റെ ഷാഡോയുടെ നീളം എത്രയാവും എന്ന് പറഞ്ഞാലും വേറൊന്നുമില്ല, ഇതുപോലെ തന്നെ. ആദ്യ ആംഗിൾ എത്രയായിരുന്നു? ആദ്യത്തെ ആംഗിൾ 35. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്, ഷാഡോയുടെ നീളം ഉണ്ട് എത്രയാ? 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, നേരത്തെ ചെയ്തതുപോലെ. ഓക്കെ, അപ്പോൾ ആ മരത്തിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടിയത് എക്സ് ആണെന്ന് വിചാരിക്കുക. വീണ്ടും അടുത്തൊരു പടം വരയ്ക്കുക. അപ്പോൾ ആ മരത്തിൻ്റെ ഹൈറ്റ് മാറൂല്ലല്ലോ, എക്സ് തന്നെയല്ലോ. ആംഗിൾ ഓഫ് എലിവേഷൻ പക്ഷേ മാറി എത്രയാണ്? എക്സ്. 35-ന് വരെ 25 അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഷാഡോയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ടാൻ 25 എടുക്കുക. ടാൻ 25 ഈസിക്കൽ ടു എക്സ് ബൈ, ഇവിടെ കിട്ടിയ എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവിടെ കിട്ടുന്ന ആൻസർ ആണ്. ഇവിടുത്തെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അതേ ബൈ ഇവിടുത്തെ ലെങ്ത്, അതാണ് എടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അത് വലിയ പാടൊന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 wires are stretched to either side and fixed to the ground 25 meters apart. The wires make the angle 55 and 40 degree with the ground. What is the height of the post? അതായത് ഒരു പോസ്റ്റ്, ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്ന് ഒരു 2 വയേഴ്സ് നമ്മൾ 2 അറ്റത്തോട്ടും വലിച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ചു കെട്ടി. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതതിൻ്റെ തറ. അപ്പോൾ 2 അറ്റത്തോട്ടും ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഓക്കെ, ഇതൊരു ഇലക്ട്രിക് പോസ്റ്റാണ്. 2 അറ്റത്തോട്ടും എന്ത് വലിച്ചു കെട്ടിയിരിക്കുന്നു? ഓരോ കയറ് വലിച്ച് കെട്ടിയിരിക്കുന്നു. ഓക്കെ, ഇത് തങ്ങളുള്ള ദൂരം എന്ന് പറയുന്നത് മൊത്തത്തിൽ 25 മീറ്റർ ആണ്. മൊത്തം 25 മീറ്റർ. ഓക്കെ, ദി വയേഴ്സ് മേക്ക് ആംഗിൾസ് 55 and 40 ഡിഗ്രി വിത്ത് ദി ഗ്രൗണ്ട്. അപ്പോൾ 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് എത്ര? ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് എത്ര? ഇതാണ് ചോദ്യം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തായിരുന്നു. ഇതേ ഫിഗർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടൊരു ചോദ്യം ചെയ്ത് ഓർമ്മയുണ്ടോ? അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിന് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തില്ലേ? ഇതുപോലെ വരച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചില്ലേ? അതേ സെയിം സംഭവം തന്നെ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അത് സ്വന്തമായിട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അക്ഷരങ്ങൾ ഇതിന് മാത്രമേ, നമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്തത്? അതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇവിടെ എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ എക്സ് ആകുമ്പം ഇവിടെ ടോട്ടൽ 25 ആണ്. അപ്പം ബാക്കി എത്രയായിരിക്കും? 25 മൈനസ് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, 25 മൈനസ് എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക, ABCD എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് എച്ച് എന്ന് എടുക്കുക, ഇത് എച്ച്. അപ്പോൾ ഈ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? ടാൻ 55 എടുക്കുക. ടാൻ 55 ഈസിക്കൽ എച്ച് ബൈ എക്സ് എന്ന് കിട്ടും. അവിടെ നിന്ന് എച്ച് ഈസിക്കൽ ടു എത്രയെന്ന് വെച്ചാൽ അതെടുക്കുക.
ഇവിടെ ടാൻ 40 എടുക്കുക. ടാൻ 40 ഈസിക്കൽ h/25 - അവിടെ നിന്നും h ഈസിക്കൽ എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കുക. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. ആ നമ്പേഴ്സ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്ത അതേ മോഡൽ തന്നെയാണ്. അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മോഡലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആ മോഡലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ഇത് അങ്ങനെയും ചെയ്താൽ മതി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A 1.5 meter tall boy saw the top of the building under construction at an elevation of 30 degree. The completed building was 10 meter higher and the boy saw at its top at an elevation of 60 degree from the same spot. What is the height of the building? അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോളുക. ഒരു ബോയ്, ആ ബോയിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അപ്പോൾ അതായത് 1.5 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നോക്കുന്ന ആളുടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇയാളുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണല്ലോ. ഇയാൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ്, അതായത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ്, ഒരു ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 1.5 മീറ്റർ ഉള്ള ആളുടെ നോർമൽ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ ആൾ ഇതിൻ്റെ ടോപ്പ് എത്ര ഡിഗ്രിയിൽ കാണുന്നു? എത്ര ഡിഗ്രിയിൽ കാണുന്നു? 30 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ, 30 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ, അപ്പോൾ 1.5 മീറ്റർ നീളമുള്ള ഒരാൾ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 30 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വന്നപ്പോഴത്തേക്ക് ഈ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടെ പൊക്കത്തിൽ കെട്ടി. അത് എത്രയെന്ന് വെച്ചാൽ ഒരു 10 മീറ്റർ കൂടെ പൊക്കി കെട്ടി. ആ ബിൽഡിംഗ് ഒരു 10 മീറ്റർ ഹയറും കൂടെ ആയി. അങ്ങനെ ആയപ്പോൾ ഇയാൾ നോക്കിയ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയി. ഓക്കെ, ഇയാളുടെ നോട്ടം എന്ന് പറയുന്നത് എത്രയായി? 60 ഡിഗ്രി ആയി. അപ്പോൾ ഇത് മൊത്തത്തിൽ 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം: A B C D E F. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഇവിടുത്തെ ട്രയാങ്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ EFC. ഇൻ ട്രയാങ്കിൾ EFC. ഓക്കെ, EFC. അപ്പോൾ ഇതിനെ ഞാൻ H എന്ന് വിളിക്കുന്നു, ഈ ഡിസ്റ്റൻസിനെ ഞാൻ X എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹൈറ്റ് H എന്നും ഡിസ്റ്റൻസിനെ എന്തെന്ന് വിളിക്കുന്നു? X എന്നും വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ EFC എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ. അപ്പം അവിടെ ടാൻ എത്രയുണ്ട് അളവ്? ടാൻ 30 എന്ത് വരും? H/X. ടാൻ 30 എത്ര വരും? H/X. ഓക്കെ, ടാൻ 30ൻ്റെ വില എന്തുവാ? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. ടാൻ 30ൻ്റെ വില 1/√3 H/X. ഓക്കെ, H/X. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഇവിടെ therefore 1 × X. X H√3. X എന്തോ വരും? H√3. ഇതിനെ നമ്മൾ 1 എന്ന് വിളിക്കുക. ഓക്കെ, എന്തെന്ന് വിളിക്കുക? ഇതിനെ 1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക. അതാരാ? EFD. അപ്പോൾ അവിടെ എന്ത് വരും? ടാൻ 60 എടുക്കുക. ടാൻ 60 ഇവിടെ H ആണെങ്കിൽ അത് 10 കൂടെ ആകത്തില്ലേ? അപ്പോൾ എന്ത് വരും? H+10. H+10 എത്ര തന്നെ? X തന്നെ. ഓക്കെ ആണോ? അപ്പം ഇവിടെ ടാൻ 60യുടെ വില എത്രയാണ്? √3. √3 H+10
ബൈ എക്സ്, എച്ച് പ്ലസ് 10 ബൈ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? √3 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10. √3 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് പ്ലസ് 10 ബൈ √3. ഇതിനെ 2 എന്ന് വിളിക്കാം. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് √3യും എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10 ബൈ √3. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പം നമ്മൾ എന്ത് എഴുതും? ഫ്രം 1 and 2 എച്ച് √3 ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10 ബൈ √3. ഓക്കെ ആണോ? എച്ച് പ്ലസ് 10 ബൈ √3. √3 ഇതും കൂടെ ഇപ്പുറത്തോണ്ടാ പോരെ? എച്ച് √3 ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10. അതായത് √3 ഇൻറ്റു √3 3 എച്ച് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 10. അപ്പോൾ ഈ എച്ച് പ്ലസ് 10 അല്ലേ? ഈ എച്ച് ഇങ്ങനെ ഇപ്പുറത്തോണ്ട് വരുമ്പോൾ 3h മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു 10. 3h മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2h. 2h ഈസ് ഈക്വൽ ടു 10. therefore h ഈസ് ഈക്വൽ ടു 10 ബൈ 2. 10 ബൈ 2 എത്ര? 5. അപ്പോൾ എച്ചിൻ്റെ വില എത്ര? 5. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു. എന്താണ്? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ബിൽഡിങ്ങിന് എച്ച് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസും കൂടെ, ഇയാൾ നിൽക്കുന്ന ഡിസ്റ്റൻസും കൂടെ ചോദിച്ചിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ? അത് എക്സ് അല്ലേ? അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഈസിക്കൽ എച്ച് ഇൻറ്റു √3. ആ 5 ഇൻറ്റു √3. 5√3 ചോദിച്ചിട്ടില്ല, എന്നാലും ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? 5√3. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? therefore നമുക്ക് എന്ത് എഴുതണം? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. therefore ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തൊക്കെയുണ്ട്? ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 10 ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 1.5 ഉണ്ട്. ഈ ആളിൻ്റെ ഹൈറ്റ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടെ കൂട്ടണം. അതേതൊക്കെയാ? 10 ഉണ്ട്, പ്ലസ് 5 ഉണ്ട്, പ്ലസ് 1.5. അപ്പം 10 5 15, 15 1 16.5. ഇതാണ് ആ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇതൊന്ന് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A 1.75 meter tall man standing at the foot of the tower sees the top of a hill 40 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 50 degree. Calculate the height of the tower and the hill. Okay. അതായത് ഒരു ടവർ, ഒരു ഹില്ല്, ഇവർ തങ്ങളുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 മീറ്റർ ആണ്. കുറച്ച് ശ്രദ്ധിച്ച് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം എടുത്തെഴുതുക. 40 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ നിൽക്കുന്ന ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.75 ആണ്. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ചേർന്നിട്ട് ഇയാളാണെന്ന് വിചാരിച്ചു. ഇയാളതാ ഇങ്ങനെ നിൽക്കുന്നു, 1.75. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇതിൻ്റെ ആ ഒരു ഹില്ലിൻ്റെ ടോപ്പ് എത്ര ഡിഗ്രിയിൽ കാണുന്നു? 60 ഡിഗ്രിയിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഇയാൾ ഇതിങ്ങനെ നോർമലി ഇയാളുടെ വ്യൂ താ പോകുന്നു. ഇത് 1.75. അപ്പോൾ ഇയാൾ കാണുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് എത്ര? 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇയാൾ ഇതിൻ്റെ മണ്ടയിൽ കയറുന്നു. ഈ ടവറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ നോക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഇതാണ് ഇയാൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്പം ബിൽഡിങ്ങിൻ്റെ അയാളും കൂടെ ആയി.
അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്ക് ഇയാൾ ഇതിൻ്റെ മണ്ട കാണുന്നത് 50 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ ആണോ? 50 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ. കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ഹിൽ. അങ്ങനെയാണെങ്കിൽ ഈ ടവറിൻ്റെ ഹൈറ്റും ഹില്ലിൻ്റെ ഹൈറ്റും കണ്ടുപിടിക്കാം. നമുക്ക് പേര് കൊടുക്കുക. ABCD നമ്പർ കൊടുത്തു പോയാൽ മതി. അപ്പോൾ തീരുന്ന നമ്പർ ആവശ്യമുള്ള നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുക്കാം. ABCDEF. അതാ ഈ ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. EFGH. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് അറിയാം. എത്രയാണ്? AB എന്ന് പറയുന്നത് 40 മീറ്ററാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം tan 60 എടുക്കുക. അതായത് ഇവിടുത്തെ ആംഗിൾ എടുക്കുക. അതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ CDH. tan 60 ഈസ് ഈക്വൽ ടു DH ബൈ CD. tan 60യുടെ വില എത്രയാ? √3. √3 ഈസ് ഈക്വൽ ടു DH ബൈ CDയുടെ വില 40. അപ്പം DH ഈസ് ഈക്വൽ ടു 40√3. അതവിടെ നിൽക്കട്ടെ. DH ഈസ് ഈക്വൽ ടു 40√3. ഓക്കെ. ഇനി എന്ത് ചെയ്യും? DH എന്ന് പറയുന്നത് 40√3. അപ്പോൾ 40√3 എന്ന് പറയുമ്പോൾ അതിന് എന്ത് ചെയ്യുക? 40 ഇൻറ്റു √3യുടെ വില 1.73. അപ്പോൾ എന്ത് ചെയ്യും? 1.73 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 3 12, 7 4 24, 1 25, 6 652, 65.2 എന്ന് വരും. DH എന്ന് പറയുന്നത് എത്ര രൂപയുടെ? DH എന്ന് പറഞ്ഞാൽ 65.2. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എന്ത് വരും? DH എന്ന് പറയുന്നത് 65.2. അപ്പോൾ ഈ DH എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയല്ലേ? ഇതല്ലേ ഹില്ലിൻ്റെ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടിയാൽ മതി. ഈ 1.75 കൂടെ കൂട്ടിയാൽ പോരെ? ഇവിടം തൊട്ട് ഇവിടം വരെ 65.2. അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ 1.75. അപ്പം ടോട്ടൽ ഹൈറ്റ് ഓഫ് ഹിൽ ഈസ് ഈക്വൽ ടു 65.2 പ്ലസ് 1.75. അപ്പോൾ എത്ര വരും? 66.95. 66.95 എന്ന് കിട്ടും. എന്ത്? ഹില്ലിൻ്റെ ഹൈറ്റ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എന്ത് കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാം. ഏതാ? ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ടവർ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ FGH. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ tan 50 എടുക്കുക. tan 50 ഈസ് ഈക്വൽ ടു HG ബൈ FG. HG ബൈ FG എന്ന് പറയുമ്പോഴത്തേക്ക് tan 50ൻ്റെ വില നോക്കുക. tan 50ൻ്റെ വില എന്ന് പറയുന്നത് എത്ര വരും? tan 50ൻ്റെ വില 1.19. ഓക്കെ. 1.19 ഈസ് ഈക്വൽ ടു HG എത്ര അറിഞ്ഞുകൂടാ? HG ബൈ FG അറിയാം. എത്ര? 40. ഓക്കെ. അപ്പം HG ഈസ് ഈക്വൽ ടു 1.19 ഇൻറ്റു 40, 40. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 6 36 7 476 47.6 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് വരും? 47.6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ HG എത്രയെന്ന് കിട്ടി? 47.6. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താണ്? ഈ AF ആണ്. ഓക്കെ. AF ആണ് എന്തെന്ന് പറയുന്നത്? AFൽ ഈ EF എന്ന് പറയുന്ന ആ നിൽക്കുന്ന ആളുടെ ഹൈറ്റാണ്. അപ്പം ആക്ച്വലി എന്തുവരെ ഉള്ളൂ? A തൊട്ട് E വരെയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്? ടവർ എന്ന് പറയുന്നത്. A തൊട്ട് E വരെയേ ഉള്ളൂ ടവർ. പക്ഷേ A തൊട്ട് E വരെയുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ A തൊട്ട് F വരെയുള്ള കണ്ടുപിടിക്കാൻ പറ്റും. AF കണ്ടുപിടിക്കാൻ പറ്റും. AF എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ GBക്ക് അല്ലെങ്കിൽ BGക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ആ BG എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? BG കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ BG ഈസ് ഈക്വൽ ടു ആ നമ്മൾ നേരത്തെ ടോട്ടലില്ലേ? അതായത് ഹില്ലിൻ്റെ ഹൈറ്റ്, അതിൻ്റെ അകത്ത് ഈ HG കുറച്ചാൽ പോരെ?
ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടാം? ബി ജി ഈസ് ഈക്വൽ ടു 66.95 മൈനസ് 47.6. ഓക്കെ, ഇത് കുറയ്ക്കുമ്പോഴത്തേക്ക് ബി ജി കിട്ടും. ബി ജി എന്ന് പറയുന്നത് എന്താണ്? 66.95 മൈനസ് 47.6. അപ്പോൾ 5 3 16 7 9 19.35. ഓക്കെ, ആ ബി ജി ആയിരിക്കും എന്തെന്ന് പറയുന്നത് എ എഫ് എന്ന് പറയുന്നത്. therefore എ എഫ് ഈസ് ഈക്വൽ ടു 19.35. ഓക്കെ, ഇനി എന്താ വേണ്ടത്? therefore ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് ഈക്വൽ, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് ഈക്വൽ ടു എന്തോ വരും? ഹൈറ്റ് ഓഫ് ടവർ ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? ആ ആളിൻ്റെ ഹൈറ്റും കുറച്ചാൽ പോരെ. അപ്പം 19.35 മൈനസ് എന്തോ വരും? ആളുടെ ഹൈറ്റ് ആയിട്ടുള്ള 1.75 കുറയ്ക്കുക. 1.75 6 7 17.6. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് വർക്ക് റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊള്ളുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ തീരും. ആ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ. എ മാൻ 1.8 meter tall standing at the top of a telephone tower saw the top of 10 meter high building at a depression of 40 degree and the base of the building at a depression of 60 degree. What is the height of the tower and how far is it from the building? Okay, അതായത് ഒരു ടെലഫോൺ ടവർ ഇങ്ങനെ നിൽക്കുന്നു. സോ ദി ടോപ്പ് ഓഫ് 10 meter ഹൈ ബിൽഡിംഗ്, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു 10 meter ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ആൾ നോക്കുന്നത്. അപ്പം മുകളിൽ നിൽക്കുന്ന ആൾ ഇതിൻ്റെ മുകളിൽ 1. ഇതാണ് ഇവിടം വരെ ബിൽഡിംഗ് ആണെങ്കിൽ ഇത് ഇയാൾ 1.8 meter. ഓക്കെ, 1.8 meter ഉള്ള ഇയാൾ എന്ത് ചെയ്യുന്നു? ബേസ് ഓഫ് ദി ബിൽഡിംഗ് 60 ഡിഗ്രിയിലും ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് 40 ഡിഗ്രിയിലും കാണുന്നു. അപ്പോൾ ഇയാളുടെ നോർമൽ വ്യൂ ഇതാ പോകുന്നു. ഇതാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇത് എത്ര ഡിഗ്രി? ടോപ്പ് 40 ഡിഗ്രിയിലും ഇതിൻ്റെ ബേസ് എത്ര ഡിഗ്രിയിലും? 60 ഡിഗ്രിയിലും കാണുന്നു. 60 ഡിഗ്രിയിലും കാണുന്നു. ഓക്കെ, ഇതാണ് സംഭവം. പടം എത്രയേ ഉള്ളൂ. അതായത് ഒന്നുകൂടെ പറയാം. അതായത് ഹൈറ്റ് ഇതെന്ന് പറയുന്ന ഒരു ടെലഫോൺ ടവർ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് വലുതായിരിക്കും. അപ്പോൾ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ അത് സ്വാഭാവികമായിട്ടും താഴോട്ട് നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ മുകളറ്റം എന്ന് പറയുന്നത് 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലും അതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലും കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ പടം നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൻ്റെ ഹൈറ്റ് എത്ര? ഇതിൻ്റെ അകത്ത് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 10 meter ഹൈ ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 meter ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെയാണ് ചോദ്യം? ടെലഫോൺ ടവറിൻ്റെ ഹൈറ്റ് എത്ര, അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര? ഇത് രണ്ടുമാണ് ചോദ്യം. ഓക്കെ, എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എന്ത് കാരണം എന്തുവാ? ഈ ആംഗിൾസിൻ്റെ പേരാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുമല്ലോ, അറിയാമല്ലോ. ഓക്കെ, അപ്പം മറ്റേതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അത് വലിയ പാടൊന്നുമില്ല. ഓക്കെ, നമുക്ക് പേര് കൊടുക്കാം. A B
സി ഡി ഇ എഫ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കത്തില്ലേ? ഓക്കെ. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് വിളിക്കാം. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് എന്ന് വിളിക്കാം. ഓക്കെ. എച്ച് ഇവിടുത്തെ ഈ ഡി എന്ന് പറയുന്നത് എച്ച്, ഇത് 10, ഇവിടെ എക്സ്. ഓക്കെ. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടാൻ 40 എടുക്കുക. ഇൻ ട്രയാങ്കിൾ ഡി സി എഫ് ടാൻ 40 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി എഫ് പ്ലസ് ഡി സി. ഓക്കെ. അപ്പോൾ ടാൻ 40യുടെ വില എന്താണ്? ടാൻ 40യുടെ വില 0.84. 0.84 ഈസ് ഈക്വൽ ടു ഡി എഫ് എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുമ്പോൾ എത്ര രൂപയുടെ? എച്ച് പ്ലസ് 1.8. എച്ച് പ്ലസ് 1.8 ബൈ എച്ച് പ്ലസ് 1.8 ബൈ ഡി സി എന്ന് പറയുന്നത് എക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.84x ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1.8. ഓക്കെ ആണല്ലോ? 0.84x ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1.8. ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? therefore x ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 1.8 ബൈ 0.84. ഇത് 1. ഇക്വേഷൻ നമ്പർ 1 ഇതിങ്ങനെ കിടക്കട്ടെ. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ എ ബി എഫിൽ ടാൻ 60 ഈസ് ഈക്വൽ ടു എ എഫ് ബൈ എ ബി. ഓക്കെ. ടാൻ 60യുടെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ടാൻ 60യുടെ വില √3 ആണ്. ഈസ് ഈക്വൽ ടു എ എഫ് എത്ര? എ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 10 ഉണ്ട്, എച്ച് ഉണ്ട്, 1.8 ഉണ്ട്. മൊത്തത്തിൽ അങ്ങ് എടുക്കുക. അപ്പം 11.8 പ്ലസ് എച്ച് പ്ലസ് 11.8 ബൈ എ ബി എത്ര? എക്സ്. ഓക്കെ. അപ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. √3x ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 11.8 ബൈ എക്സ്. എച്ച് പ്ലസ് 11.8. therefore x ഈസ് ഈക്വൽ ടു എന്ത് വരും? therefore x ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 11.8 ബൈ √3. √3യുടെ വില 1.73 എന്ന് കൊടുത്താലും മതി. 1.73. അപ്പോൾ ഇതിന് 2 എന്ന് വിളിക്കുക. ഫ്രം 1 and 2, 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ ഈ എച്ച് ഇതിന് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. എച്ച് പ്ലസ് 0.84 ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് 11.8 ബൈ 1.73. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇത്തിരി മെനക്കെട്ട പരിപാടിയുണ്ട്. ഇത് ഗുണിച്ച് എടുക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എച്ചിൻ്റെ വില കിട്ടും. അതായത് എച്ച് പ്ലസ് 1.8 ഇസ് ഈക്വൽ ടു 0.84 ഇൻറ്റു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പ്ലസ് 1.73 ഇൻറ്റു 18. 24, 2, 8, 56, 58, 13, 31, 14. 3.114 is equal to
0.84H പ്ലസ് 11.8 ഇൻറ്റു 218 ഇൻറ്റു 84 32 7 64 0.84H പ്ലസ് 9.912. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ എച്ചുകളെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അതായത് 1.73H മൈനസ് 0.84H ഈസ് ഇക്വൽ ടു 9.912 മൈനസ് 3.114. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കുക. 1.73H മൈനസ് ഇത് ചെയ്യുക. അപ്പോൾ എന്തോരും 1.73 മൈനസ് 0.84 13 9 16 8 0.89 0.89H ഈസ് ഈക്വൽ ടു അടുത്ത എന്തുവാ 9.912 മൈനസ് 3.114 കുറയ്ക്കുക. 6.798. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? therefore H ഈസ് ഈക്വൽ ടു 6.798 ബൈ 0.89. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേ എന്തെങ്കിലും ഇനി ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും എന്തെന്ന് പറയുന്നത് H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് എന്ത് വരും? ആ Hൻ്റെ കൂടെ 10ഉം 1.8 കൂടെ കൂട്ടുക. ഓക്കെ, അപ്പം ഹൈറ്റ് ഓഫ് ദി ടവർ കിട്ടും. ഇനി എന്ത് വേണം? എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇതിൻ്റെ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആ എക്സിൻ്റെ വില എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുക. ആ Hൻ്റെ വില ഇതിൻ്റെ അത് ഏതിലെങ്കിലും കൊടുത്താൽ മതി. H ആ കിട്ടുന്ന ആൻസർ ഇതിൻ്റെ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് കിട്ടും. അതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ഇത്രയൊന്ന് ചെയ്തു വയ്ക്കുക. ഇത് ഇത്രയും ആണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. ഇത്ര കുറച്ച് ടഫ് എന്തുവാ, കുറേ ഗുണിക്കാനും വായിക്കാനും ഒക്കെ അത് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. ഒരു വിധം നോക്കിയും ചെയ്താൽ മതി. ആ ചാപ്റ്റർ എളുപ്പമായിരിക്കും. അത്രയും പഠിച്ചാൽ മതി. ഒരു 10-15 മാർക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പഠിച്ചാൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്കിത് പഠിക്കേണ്ടതുമാണ്. നമുക്ക് +1 +2 ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ വേണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, നമുക്കിന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ